ഒരു തിയേറ്റർ ഐറ്റം ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ വേറെ വേടില്ല. വെച്ചാൽ പിന്നെ അവർ ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വന്നത് കണ്ട പടമാണ്. ആ ഒരു വലിയ പ്രൊമോഷൻ അവർ പടത്തിന് കൊടുത്തിട്ടില്ലായിരുന്നു, അപ്പോൾ വലിയ എക്സ്പെക്റ്റേഷൻ നമുക്കില്ലായിരുന്നു. പക്ഷെ പടം കണ്ട് ഫസ്റ്റ് ഹാഫ് കൊണ്ട് ഇറങ്ങി വലിയ രോമാഞ്ചിഫിക്കേഷൻ സാധനമായിട്ടാണ് അറിയാം. അടിപൊളി എന്നുള്ള ഫസ്റ്റ് ഹാഫ്. മേക്കിംഗ് ആണ് പടത്തിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. അട്രാക്കാശിബ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫാനാണ് പുള്ളിയുടെ ഞാൻ. സോ പുള്ളീനെ പ്ലേസ് ചെയ്തേക്കുന്ന ക്യാരക്ടറും അതിന് ഓപ്പോസിറ്റ് നമ്മുടെ സെൻട്രൽ ക്യാരക്ടർ ദിലീഷ് പോത്തന് ഈ റേഞ്ചിൽ ഈ സ്റ്റൈലിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു നസറാണി അവറാച്ച് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ പുള്ളി പെർഫെക്റ്റായിട്ട് വാണി വിശ്വനാഥ് അറിയാലോ, ഓൾറെഡി ഫയറാണ്. അപ്പോൾ അതും ഡയലോഗ് പ്രസൻറ്റേഷനിൽ പോലും പുള്ളിക്കാരിയുടെ ഒരു വേ ഓഫ് സ്റ്റൈലൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ വിജയരാഘവൻ സ്ക്രീൻ പ്രസൻസ് ആയിട്ടുമാണ് വിജയരാഘവൻ. അങ്ങനെ എടുത്തു പറയേണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും അത് പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സുരേഷ് കൃഷ്ണ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അപ്പം തിയേറ്ററിൽ തന്നെ വന്ന് കാണണമെന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വയലൻസിൻ്റെ ഈ ഏരിയകളാണ്, പക്ഷേ ഇന്ന് ഓവറല്ല. പക്ഷേ എന്നാലും ഒരു സീൻ പോലും പെർഫെക്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന സീനാണ് പോകുന്നത്. തിയേറ്റർ വാച്ചബിൾ ഐറ്റമാണ്, പഠിപ്പിക്കത്തില്ല. ക്ലൈമാക്സ് പോലും അല്ലെങ്കിൽ ആ എൻഡിങ് പോലും ഒട്ടും ലാഗില്ലാതെ ഒരു പക്ക ഫിനിഷിങ്ങിലാണ് കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തിയേറ്റർ വന്നു കഴിഞ്ഞാൽ ഒരു നഷ്ടമില്ലാതെ വളരെ ഹാപ്പി ആയിട്ട് അടിപൊളി ഒരു പടം കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു ഫീൽ അതിൽ കിട്ടും. മേക്കിംഗ് സ്റ്റൈൽ ഏതാ പിടിച്ചേക്കണം? ഒരു നമ്മുടെ ബാച്ചിലർ പാർട്ടിയുടെ ഒക്കെ അന്ന് അതൊരു ബന്ധമല്ല, പക്ഷെ അതിൻ്റെ ഒരു വേറൊരു എക്സ്ട്രീം ലെവലിലാണ് പടം പോയേക്കുന്നത്. പക്ഷെ അതിനുള്ള ആ ഒരു ഫൈറ്റിനുള്ള റീസൺസും കാര്യങ്ങളൊക്കെ ജെന്യൂനാണ്. അത് പക്കായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ആ റൈഫിൾ ക്ലബ്ബ് എത്ര എക്സ്പെക്റ്റ് അല്ലേ, ഞാനത് എത്ര പറഞ്ഞാലും തിയേറ്റർ വന്ന് കാണാൻ ക്ലബിൻ്റെ ഒരു വേ ഓഫ് സ്റ്റൈലൊക്കെ മനസ്സിലാവുള്ളൂ. സൂപ്പർ മൂവി. ഇപ്പോൾ റൈഫിൾ ക്ലബ്ബ് കണ്ടിറങ്ങിയേ ഉള്ളൂ. ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഈ സിനിമയിലുണ്ട്. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ റെക്സ് വിജയൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു രക്ഷയില്ല. തുടക്കം മുതൽ ഒടുക്കം വരെ ആ ഒരു ത്രില്ലിങ് ഫീലിംഗ്. പിന്നെ ഒരു സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ എങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ആഷിഖ് അബു ഈ സിനിമയിൽ കാണിച്ചത്. അതിൻ്റെ കളർ ഗ്രേഡിംഗ് ആണെങ്കിലും ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ പ്രോപ്പർട്ടീസ് ആണെങ്കിലും ആർട്ട് വർക്ക് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. പിന്നെ 90s ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഭംഗി ഈ സിനിമയ്ക്ക് കാണാനുണ്ട്. പെർഫോമൻസുകളൊന്നും പറയാനില്ല. വാണി വിശ്വനാഥനും വിജയരാഘവനാണെങ്കിലും എല്ലാവരും ഗംഭീര പെർഫോമൻസാണ്. എടുത്തു പറയേണ്ട ഇതാണ്, ഇതുപോലെ മലയാള സിനിമയിൽ ഗൺ ഫൈറ്റ്, അത് ഗൺ കോറിയോഗ്രാഫി മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു വയലൻസ് ഇതുവരെ കാണിച്ചിട്ടില്ല. പിന്നെ നമ്മളൊരു ഇംഗ്ലീഷ് സിനിമയിലോ അല്ലെങ്കിൽ സ്പാനിഷ് സിനിമയിലൊക്കെ കാണുമ്പോൾ നമ്മൾ കൈയടിക്കും. മലയാളത്തിൽ വരുമ്പോൾ അയ്യോ ഇങ്ങനെയോ ഇതെന്താ വെളിയിൽ അങ്ങനെ പറയുന്ന ഒരു ഫീലിലേക്ക് ഈ സിനിമ ഒരിക്കലും കൊണ്ടുവരുത്. കാരണം ഇത് മലയാള സിനിമയ്ക്ക് ഒരു പുതിയൊരു സംഭവമാണ് ഈ സാധനം. എന്തായാലും ക്രിസ്മസ് എന്തായാലും ഒരു വെടിയിടി ചോരപ്രളയമാവും നാളെ മാർക്കവും കൂടി എത്തുമ്പോൾ. അപ്പോൾ സംഭവം റൈഫിൾ ക്ലബ്ബ് ഫാമിലി, വിജയരാഘവനും ഫാമിലി ആദ്യമേ അങ്ങ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ലാൻഡിങ് ആണ്. ക്രിസ്മസ് ഫുൾ എനർജിയോടെ പമ്പ് ചെയ്ത് ക്രിസ്മസിൻ്റെ എനർജി അല്ല അവരൊരു കുറച്ച് നേരത്തെ എത്തി കുറച്ച് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ബാക്കി സിനിമകൾ ഇനി അതിൻ്റെ കൂടെ ഓടി പിടിക്കണം. എല്ലാ സിനിമകളും നന്നാവട്ടെ അല്ലേ. അടുത്തതും ഒന്നിനൊന്ന് വേറെ വേറെ സബ്ജക്റ്റ് ആയിരിക്കും, അതിൻ്റെതായ സൗന്ദര്യം. പക്ഷേ ഈ സിനിമ അവർ അങ്ങനെയൊന്നും പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ബാക്കി സിനിമകൾ പറയുന്ന പോലെ ഈ സിനിമയിൽ ഇത്രയധികം ഗൺ ഫൈറ്റുകളുണ്ട്, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത, അങ്ങനെ ഒന്നും മേക്കേഴ്സ് ഒന്നും അവകാശപ്പെടാതെ അവരുടെ സബ്ജക്റ്റ് അത് ഇന്ന് തിയേറ്ററിൽ ആ സിനിമയെക്കുറിച്ച് സംസാരിച്ചു. അതിൻ്റെ ഒരു പ്രത്യേക സുഖമുണ്ട്. കാരണം എക്സ്പെക്റ്റേഷൻ എന്ത് എക്സ്പെക്ട് ചെയ്യണമെന്ന് അറിയാതെ വന്ന പ്രേക്ഷകർ കംപ്ലീറ്റ് കൈയടിച്ച് ബഹളം വെച്ച്. പിന്നെ വേറൊരു സംഭവം ഇതിനകത്ത് ഒരുപാട് ഡബിൾ മീനിങ് അങ്ങനെയുള്ള ഡയലോഗുകളുണ്ട്. പക്ഷേ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൽ ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ചില സംഭവങ്ങളാണ്. നമ്മളതിന് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ് പരിപാടി പിടിച്ച് നോക്കിക്കഴിഞ്ഞിട്ട് വിമർശിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ തിയേറ്ററിൻ്റെ ഏഴയിലെത്ത് വരണ്ട. ഇത് കംപ്ലീറ്റ്ലി ന്യൂജൻ എല്ലാം അടിച്ചു പൊളിക്കാവുന്ന ആ കോമഡി ആ സെൻസിലായിട്ട് എടുത്ത് ആരാണ് അങ്ങനത്തെ കോമഡികൾ പറയാതില്ല അല്ലേ. എപ്പോഴും നമ്മളിത് അയ്യോ ഇങ്ങനെ സമൂഹത്തിന് ദോഷമാകും അങ്ങനത്തെ തമാശകൾ ഒരുപാടുണ്ട്. പക്ഷെ അത് വളരെയധികം എൻജോയ് ചെയ്യുന്ന രീതിയിലും ആക്ഷൻ രംഗങ്ങൾ ഒന്നും പറയാനില്ല. ഗൺ ഫൈറ്റ് അതിഗംഭീരമായിട്ട് കൊറിയോഗ്രാഫി ചെയ്യുന്നുണ്ട്. സുരേഷ് കൃഷ്ണയാണെങ്കിലും ഇപ്പോൾ വിഷ്ണു അഗസ്ത്യ RDXലെ വിഷ്ണു അഗസ്ത്യ പോൾസനായിട്ട് ചെയ്ത പുള്ളിയുടെ ഗംഭീര സാഗാണ്. പിന്നെ ഹനുമാൻ കൈൻഡ് പാട്ടിലൂടെ ലോകം മൊത്തം കീഴടക്കി. പുള്ളിക്ക് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെ ഒരു അഭിനയത്തിൽ ഇത്രയും കഴിവുണ്ടെന്ന് ഒരു തല്ലുകൊള്ളിച്ചക്കൻ ആ ഒരു ഇമേജ് പുള്ളി കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അനുരാഗ് കശ്യപ് മഹാരാജയ്ക്ക് ശേഷം അതിശക്തമായ ഒരു പിന്നെ ആൻറ്റഗണിസ്റ്റ് കഥാപാത്രം. എല്ലാം കൊണ്ടും ഒരു മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. കറക്റ്റ് റൺ ടൈമാണ്, ജസ്റ്റ് 2 മണിക്കൂർ താഴെ. ഒരു രീതിയിലും ചടപ്പിക്കാത്ത ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. കാണാത്തവർ എത്രയും പെട്ടെന്ന് കാണേണ്ട ക്രിസ്മസ് അടിച്ചു പൊളിക്കാനുള്ള എല്ലാം ഉള്ള ഒരു സംഭവമാണ് റൈഫിൾ ക്ലബ്ബ്. വാണി വിശ്വനാഥ് കുറേ നാളായിട്ട് ഈ സിനിമയിൽ മാറി നിൽക്കണമായിരുന്നു. അപ്പോൾ പുതിയതായിട്ട് നല്ലൊരു കഥാപാത്രം ചെയ്തപ്പോൾ
വാണിജ്യനാഥ് എന്തെന്ന് പറഞ്ഞപ്പോൾ ഓടി വന്ന് സിനിമ കണ്ടത്. പിന്നെ ഫൈറ്റിംഗ് ആണ് പടം കംപ്ലീറ്റ്. പിന്നെ ദിലീഷ് പോത്തൻ്റെ ഒന്നും പറയാനില്ല. പുള്ളി എല്ലാ പടത്തിലും ഒരു ഓരോ വെറൈറ്റി ക്യാരക്ടറാണ് പുള്ളിയുടെ ക്യാരക്ടർ. പുള്ളിയുടെ ഒരു ഇത് നല്ല അടിപൊളി പെർഫോമൻസാണ് ഈ ദിലീഷ് പോത്തൻ കാഴ്ചവെച്ചേക്കുന്നത്. പിന്നെ ഫൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാണിജ്യനാഥ് ഫൈറ്റിംഗ് ആണ് ഓൾറെഡി. അപ്പോൾ ഈ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും വേറൊരു മോഡൽ ഫൈറ്റിങ്ങിലേക്ക് പുള്ളിക്കാരിച്ച് വന്നേക്കുന്നത്. അതായത് പടം നല്ല പടമാണ്, എല്ലാവരും വന്ന് കാണണം. വാണിജ്യച്ച് കുറേ നാളുകൾക്ക് ശേഷം വന്നേക്കുന്നത്. പടം മൊത്തം ആണെന്നും പറയാം അല്ലെന്നും പറയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കഥ പറയാൻ പറ്റില്ല, അറിയാതെ കാണുന്നവർക്ക് മനസ്സിലാവുള്ളത്. കണ്ട് അതിൻ്റെതായ രീതിയിൽ അങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സസ്പെൻസ് കുട്ടിപ്പോവും. അതുകൊണ്ടിട്ട് അത് കൂടുതൽ തിയേറ്ററിൽ വന്നതിനെ കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളത്. അതാണ് നമ്മുടെ പ്രശ്നം.